സുഹൃത്തുക്കളെ, നമ്മൾ നെടുങ്കയത്തുള്ള നമ്മളെ ഗർഡർ പാലത്തിൻ്റെ മുകളിലാണ് ഇപ്പോൾ ഉള്ളത്. കരിമ്പുഴയ്ക്ക് കുറുകെയുള്ള ഈ പാലം നിർമ്മിച്ചത് 1933-ലാണ്. 93 വർഷങ്ങൾക്ക് ശേഷവും 2 പ്രളയത്തെ അതിജീവിച്ചും ഈ പാലത്തിന് ഒന്നും സംഭവിച്ചിട്ടില്ല. അതിനുശേഷം നാം ഒട്ടേറെ പാലങ്ങൾ പുതുക്കിപ്പണിതു. വടവറം പാലവും കാക്കത്തോട് പാലവും പുനർനിർമ്മിച്ചു. ഈ ഗർഡർ പാലം ഈ 93 വർഷങ്ങൾക്ക് ശേഷവും യാതൊരു കേടുപാടും സംഭവിക്കാതെ നിലനിൽക്കുന്നു. അതിൻ്റെ ഉറപ്പിൻ്റെ പ്രധാന കാരണം അതിനുപയോഗിച്ച സ്റ്റീൽ തന്നെയാവണം. ഇംഗ്ലണ്ടിൽ നിർമ്മിച്ച് ഒരുപക്ഷെ അത് കപ്പലിൽ ബോട്ടിലുമായി ഫറൂഖിലും ബേപ്പൂരിലും വന്ന് അവിടെ നിന്ന് അത് ഷൊർണൂരിലെത്തി ട്രെയിൻ മാർഗം നിലമ്പൂരിലെത്തിയതാവണം എന്ന് അനുമാനിക്കാനേ ഗതിയുള്ളൂ. നിലമ്പൂരിൽ നിന്ന് അതൊരു പക്ഷേ കാളവണ്ടികളിലായിരിക്കാമെന്ന് വിശ്വസിക്കുന്നു ഇങ്ങോട്ടെത്തിയത്. 1903 കേരളത്തിലെ ആദ്യത്തെ സിമൻറ്റ് പാലം തിരുവനന്തപുരത്ത് പണിതിട്ടുണ്ടെങ്കിലും 1931-ലും 33-ലും പണിത ഈ പാലത്തിന് സിമൻറ്റ് ഉപയോഗിച്ചിട്ടില്ല. സുർക്കി മിശ്രിതം ഉപയോഗിച്ചാണ് ഇതിൻ്റെ തൂണുകൾ പണിതത് എന്നാണ് മനസ്സിലാക്കുന്നത്. ടാറ്റ കമ്പനിക്ക് അക്കാലത്ത് ഇംഗ്ലണ്ടിൽ ഫാക്ടറി ഉണ്ടായിരുന്നു. അവിടെ നിന്ന് നിർമ്മിച്ച ടാറ്റ എന്ന കമ്പനിയുടെ പേരും ഇതിൽ കാണാവുന്നതാണ്. ബ്രിട്ടീഷ് എഞ്ചിനീയർ ES ഡോസന്റെ സാങ്കേതിക പരിജ്ഞാനവും നിർമ്മാണ വൈദഗ്ധ്യവും കാലത്തെ അതിജീവിച്ചു നിൽക്കുന്ന ചരിത്ര വിസ്മയമാണ്. നെടുങ്കയത്തെ നിർമ്മിതികൾ ഡോസൺ എന്ന ഒറ്റ പേരിലേക്ക് ആ ദേശത്തെ അയാൾ ആവാഹിച്ചിരിക്കുകയാണ്. ഡോസൺ സാഹിബിനെ കുറിച്ചുള്ള ലഭ്യമായ വിവരങ്ങളിൽ ചില വ്യത്യസ്തതകളുണ്ട്. അദ്ദേഹം മരിച്ചത് കരിമ്പുഴ പാലത്തിന്റെ മുകളിൽ നിന്ന് ചാടിയല്ല, റെസ്റ്റ് ഹൗസിന് വിപരീതമായുള്ള കരിമ്പുഴയിലെ പാറക്കെട്ടുകൾക്കിടയിൽ തല കുടുങ്ങിയാണ് എന്നും കേട്ടിട്ടുണ്ട്. മുങ്ങിയെടുത്ത ആൾക്ക് മദാമ്മ നൽകിയ പാരിതോഷികമായിരുന്നു നിലമ്പൂർ മാനവേദൻ സ്കൂളിലേക്ക് ജനതപ്പടിയിൽ നിന്നും ഇറങ്ങുന്ന വഴിയിൽ ഉണ്ടായിരുന്ന ഒരു വലിയ വീട്. മുണ്ടമ്പ്ര എന്നായിരുന്നു ആ വീട്ടുകാരുടെ പേര്. പിൽക്കാലത്ത് പരേതരായ നിലമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിഷ മുഹമ്മദ് ആ വീട് വാങ്ങി അവിടെ താമസിച്ചിരുന്നു. ഡോസൺ സാഹിബിൻ്റെ ശ്രീമതിയുടെ പേര് ജീൻ എന്നായിരുന്നുവെന്ന് കേട്ടിട്ടുണ്ട്. ഡോസന്റെ മരണശേഷം ജീൻ ഡോസൺ ഇംഗ്ലണ്ടിലേക്ക് മടങ്ങിയിട്ടുണ്ടായിരിക്കണം.